ആരത്? അപ്പോൾ ഹലോ, വെൽക്കം ടു ആരോഗ്യ. ഇത് ഒരു കല്യാണത്തിനാണ് ഇവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് ഒരു കല്യാണത്തിന് തന്നെ പോകാറ്. കണ്ടിട്ട് തോന്നുന്നുണ്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണെന്ന്. ഇപ്പോൾ നമ്മൾ ദാവങ്കര എത്തിയതിൻ്റെ ഉദ്ദേശം ഒരു കല്യാണം കൂടാനാണ്. നമ്മുടെ അമ്മാവൻ്റെ അമ്മായിൻ്റെയും അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണം. ഞങ്ങളായിട്ടൊരു ബന്ധമില്ല, പക്ഷേ നമ്മളവിടെ ഉള്ളതുകൊണ്ട് അവരോട് കാറിൽ ചുമ്മാ കറങ്ങാമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മളവിടെ എത്തിയതുകൊണ്ട് നമ്മുടെ ആ കല്യാണത്തിന് കൂടിയില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ അമ്മാവൻ്റെ അമ്മായിൻ്റെ കൂടെ നമ്മൾ ആ കല്യാണം കൂടാൻ പോയി. ഞങ്ങളവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ്, ഞങ്ങളാർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല മടിയുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ ഒന്ന് പോയി നോക്കാം, കർണാടക കല്യാണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. ചുറ്റും ഇഷ്ടം പോലെ പൂക്കളും LED ലൈറ്റുകളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഓല വെച്ചിട്ടുള്ള അലങ്കാരം അവരിപ്പോഴും വിടാത്തൊരു ട്രഡീഷൻ്റെ ഭാഗമാണ്. പണ്ട് മുതലേ അവർ ചെയ്യുന്നൊരു കാര്യം ഇപ്പോഴും ഇത്ര അലങ്കാര പണികൾ ചെയ്തിട്ടും ഇത്രയൊക്കെ ടെക്നോളജി മാറിയിട്ടും അവരത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ പഴയ ട്രഡീഷന് കലക്കുന്ന വില അത് ഒരു സംഭവം തന്നെയല്ലേ. ഞങ്ങൾ കയറി ചെന്ന് ആ ഹാള് കയറിയിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയ മൂവിയിലെ പാട്ടാണ് പ്ലേ ആവുന്നുണ്ടായിരുന്നത്. ദർശന എന്നുള്ള പാട്ടില്ലേ അത്. പേരെന്താ? പെണ്ണിന്റെ പേര് പഠിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ദാവങ്കരന്ന് ചുറ്റി ഹംപിയിലൊക്കെ പോയി കറങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റേജിലേക്ക് ഓടിച്ചെന്നത്. അതും നമ്മളെ വിളിക്കാത്ത കല്യാണത്തിന്. എന്താല്ലേ എന്താ ഇവിടെ സ്റ്റേജിൽ കയറി ഇറങ്ങുന്നവർക്ക് അവരൊരു ആചാരമുണ്ട്. സ്ത്രീകൾക്ക് ബ്ലൗസിൻ്റെ തുണിയും ആണുങ്ങൾക്ക് ഒരു വേഷ്ടിയും അവർ സമ്മാനിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ കല്യാണത്തിന് പിറ്റേ ദിവസം ഒരു ക്ഷണമായിട്ട് സ്വീകരിക്കണം എന്നാണ്. അപ്പം കല്യാണത്തലേന്ന് കുമ്മനടിച്ച് പോയതാണെങ്കിലും കല്യാണത്തിന് അന്നത്തേക്കുള്ള ക്ഷണം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് ആ പാക്കറ്റ് പൊട്ടിച്ചു നോക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് മഞ്ഞ, പിന്നെ ഫുൾ മഞ്ഞ കേട്ടോ, കവർ മഞ്ഞ. പിന്നീടാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം, ഫുഡ്. അങ്ങനെ ഇല വന്നു, ടിഷ്യൂ വന്നു, പിന്നെ എന്തൊക്കെയോ വന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ കർണാടക സ്റ്റൈലിലെ ഫുഡ് കഴിക്കുന്നത്. അമ്മ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ വലിയ വാചകം അടിക്കുന്നുണ്ടായിരുന്നു. പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയൊരു സ്വീറ്റാണ്. ഇത് സേമിയ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വീറ്റാണ്. ചപ്പാത്തിയിലെ കറി, കോണും തേങ്ങയും പിന്നെ കുറച്ച് മാതളത്തിൻ്റെ മാതളമൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സ്വീറ്റാണെന്ന് തോന്നുന്നു. സ്വീറ്റ് വേറൊരു ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനത്തെ ഫുഡ് മീൻസ് കർണാടകയിൽ വന്നിട്ട് ഫുഡ് ഒരു കല്യാണത്തിന് കഴിച്ചിട്ടൊരു 7 വർഷമായി. അപ്പോൾ ആ സമയത്ത് ഈ ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, ഇവരെങ്ങനെ വിളമ്പുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിന് ഐഡിയ കിട്ടിയത്. ഐസ്ക്രീമൊക്കെ തണുത്ത് വെള്ളമായി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും. അന്ന് അവിടെ രാത്രി കുറേ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. ಕಡಲ ದಾಟಿ ಬಂದ ಕುದುರೆ ಏರಿ ಬಂದ ನಿನ್ನ ಹೃದಯದ ಚೋರ ಚೆಲುವ ರಾಜಕುಮಾರ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.